Stotram, 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 stotram. Hallelujah, hallelujah, hallelujah. Stotram, 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 stotram. Kave, stotram, stotram, stotram. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോസ് ഫാമിലി ഫെയർ ഗ്രൂപ്പിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന വലിയൊരു അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. രാത്രി ഇതിന്റെ അഡ്മിനായിരിക്കും കർത്താവിന്റെ ദാസി റോസിലാന്റിയും കുടുംബത്തെയും ഇതിന്റെ അഡ്മിന്മാരായിരിക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു തിരുവചനം വായിക്കാം. വൽക്കാലമെല്ലാം ദൈവം നമ്മളെ അതിശയമായി അത്ഭുതമായി പരിപാലിച്ചല്ലോ. ഈ ദിവസങ്ങളിലൊക്കെയും നാം കേൾക്കുന്ന മാധ്യമങ്ങളിൽ കൂടിയെല്ലാം നാം കേൾക്കുന്ന വാർത്തകൾ വളരെ ഭീതിജനകവും ഭയാനകജനകവും വളരെ ആശങ്കാകുലമായിരിക്കുന്ന വിഷയങ്ങളൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ, ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന തന്റെ ജനത്തിനു വേണ്ടി ദൈവം വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും. ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം നമ്മോട് കൂടെ ഇരിക്കും. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അവൻ നമ്മെ വഴി നടത്തും. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഒരു തിരുവചനം വായിക്കാം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം ആദ്യം 12-ാം വാക്യം വായിക്കാം. 10 മുതൽ ചില വാക്യങ്ങൾ വായിക്കാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. 12-ാമത്തെ വാക്യം ഇപ്രകാരമാണ്: ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. സ്തോത്രം. നല്ല വചനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് കൊടുപ്പാൻ തക്കവണ്ണം പ്രതിഫലം എന്റെ പക്കലുണ്ട്. സ്തോത്രം. നാം എല്ലാവരും ഈ നാളുകളിൽ, ഈ കാലഘട്ടങ്ങളിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്നവരാണ്. നമ്മുടെ കർത്താവ് ഇതാ വേഗം വരുന്നുവെന്ന നാം ഈ തിരുവചനത്തിൽ കേട്ടത്. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഇതാ ഞാൻ വേഗം വരുന്നു. എന്തിനാ വരുന്നത്? സ്തോത്രം. ഓരോരുത്തന് കാത്തിരിക്കുന്ന ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. എന്നാൽ അതിന് മുൻപ് ചില വാക്യങ്ങൾ കൂടി ചേർന്ന് വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഇപ്രകാരമാണ്. അവൻ പിന്നെ 10-ാം വാക്യം മുതൽ അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കാൻ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. ഈ വെളിപ്പാട് പുസ്തകം വായിക്കുന്നവരും അത് കേൾക്കുന്നവരും വായിച്ച് കേൾപ്പിക്കുന്നവരും ഒക്കെ ഭാഗ്യവാന്മാരാ. അവരെല്ലാം അനുഗ്രഹിക്കപ്പെടുമെന്ന ഇതിന്റെ തുടക്കത്തിൽ 1-ാം അധ്യായത്തിൽ തന്നെ നാം കാണുന്നത്. ഈ വെളിപ്പാട് പുസ്തകം ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ വായിച്ച് കേൾപ്പിക്കുകയും അതിന്റെ കാര്യങ്ങൾ ഗ്രഹിപ്പിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അനുഗ്രഹത്തിന്റെ വഴികളാണ്. അതെല്ലാം അനുഗ്രഹത്തിന്റെ നന്മകളുടെ വഴികളായിത്തീരും. ഭാഗ്യവാന്മാരാണ് അവർ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ വായിക്കുന്നത്, ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. കാരണം എന്താ? സമയം അടുത്തിരിക്കയാൽ. എന്തിന്റെ സമയമാണ് അടുത്തിരിക്കുന്നത്? ദൈവത്തിന്റെ ജനമേ, എന്തിന്റെ സമയമാണ് അടുത്തിരിക്കുന്നത്? സമയം അടുത്തിരിക്കയാൽ. അതിന്റെ ഇതാണ് താഴോട്ട് വായിക്കുന്നത്. സമയം അടുത്തിരിക്കയാൽ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ പറയുന്നു, അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. കാരണം സമയമില്ല, സമയം അടുത്തിരിക്കുകയാണ്. ഇനി അവരവരുടെ കാര്യത്തിന് വേണ്ടി വിടുക എന്നല്ലാതെ ഒന്നും പറയുവാനില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ. സമയം അടുത്തുപോയി, സമയം കഴിഞ്ഞുപോയി. ഇനിയോ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ. എത്ര പറഞ്ഞിട്ടും എത്ര കേട്ടിട്ടും അഴുക്ക് ചെയ്യുന്നവൻ, അഴുക്കാടുന്നവൻ ഇനിയും അഴുക്കാടട്ടെ. അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതിയിൽ തന്നെ ഇരിക്കട്ടെ. പിന്നെ പറയുന്നത്, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ. സ്തോത്രം. നീതിമാന് പ്രത്യാശയ്ക്ക് വഴിയുണ്ട്. നീതിമാനെ കുറിച്ച് അവൻ ഇനിയും നീതി ചെയ്യട്ടെ. പിന്നെ വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. സ്തോത്രം.
കാരണം നീതിമാനെ കുറിച്ചും വിശുദ്ധനെ കുറിച്ചും ഒക്കെ പ്രത്യാശയുണ്ട്. അതുകൊണ്ട് അവർ ഇനിയും അതിൽ തന്നെ തുടരട്ടെ. മറ്റു രണ്ടു വിഭാഗങ്ങളെയും വിട്ടുകളഞ്ഞിരിക്കുക, അഴുക്കുള്ളവനും അനീതി ചെയ്യുന്നവനും. അവരെ നോക്കിയിട്ട് കാര്യമില്ല. അവർക്ക് മനം തിരിയുവാൻ അനേക അവസരങ്ങൾ കൊടുത്തു. അവസരങ്ങൾ കൊടുത്തതൊന്നും അവര് ശ്രദ്ധിച്ചില്ല, ഉപയോഗിച്ചില്ല. ശ്രദ്ധിക്കുകയോ അവരുപയോഗിക്കുകയോ ചെയ്യാതിരുന്നത് കൊണ്ട് അവരെ ഇനി വിട്ടുകളയുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. എന്നിട്ട് കർത്താവ് താഴോട്ട് പറയുന്നതാണ്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. മോളിൽ പറഞ്ഞ വിഭാഗങ്ങൾക്കെല്ലാം, അനീതി ചെയ്യുന്നവർക്കും അഴുക്കാടുന്നവർക്കും നീതി ചെയ്യുന്നവർക്കും വിശുദ്ധനുമൊക്കെ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഭൂമി നാം എല്ലാവരും കാത്തിരിക്കുന്നത് എന്തിനാ? കർത്താവ് വരുമ്പോൾ നമുക്ക് പ്രതിഫലം തന്നിടും, അല്ലേ? കർത്താവ് വാനിൽ വന്നിടാറായി, പ്രതിഫലം നമുക്ക് തന്നിടാനായി. കർത്താവ് വാനിൽ വന്നിടാറായി, പ്രതിഫലം നമുക്ക് തന്നിടാനായി. സ്തോത്രം. ഈ കാലങ്ങൾ ഏറെയില്ല, നാളുകൾ നീളുകയില്ല. കാന്തൻ അവൻ വരും. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധൻ ഇനിയും തന്നെ വിശുദ്ധീകരിക്കട്ടെ. അവർക്കുള്ള പ്രതിഫലം കൊടുക്കുവാൻ എന്റെ പക്കലുണ്ട്. അതുമായി ഞാൻ വേഗം വരുന്നു എന്ന കർത്താവ് പറഞ്ഞു. അപ്പൊ അതിൻ്റെതായ വരവിന്റെ ലക്ഷണങ്ങളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെയും. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ തിരുവചനം സംസാരിച്ചപ്പോൾ ഇപ്രകാരം പറയുവാനിടയായി തീർന്നു. ക്ഷാമവും ഭൂകമ്പവും എല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ്. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പവും എല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ്. യുദ്ധങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോൾ ക്ഷാമമുണ്ടാകും. സ്തോത്രം, സ്തോത്രം. യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും ഉണ്ടാകും. സ്തോത്രം. അതെല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ്. ആ ഈറ്റുനോവിന്റെ ആരംഭമാണെന്ന് മത്തായി സുവിശേഷത്തിൽ നാം കഴിഞ്ഞ ആഴ്ച വായിക്കാനിടയായി തീർന്നു. അതെല്ലാം കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ്, തുടക്കമാണ്, ആരംഭമാണ്. ഹല്ലേലൂയ. ജനം പരിഭ്രമിക്കേണ്ട. ദൈവത്തിന്റെ ജനം ഇതൊന്നും കണ്ട് പരിഭ്രമിക്കുകയോ ഇതൊന്നും കണ്ട് വേവലാതിപ്പെടുകയോ ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് ആശ്വസിക്കാനുള്ളത് ദൈവത്തിന്റെ വചനമാണ്. നമുക്ക് കർത്താവ് തന്നിട്ടുള്ള ആശ്വാസ വചനങ്ങളെ തമ്മിൽ പറഞ്ഞുകൊണ്ട് തമ്മിൽ പ്രബോധിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുവാനായിട്ടാണ് നമുക്ക് തിരുവചനം തന്നിരിക്കുന്നത്. ദൈവത്തിന്റെ വചനം നമുക്ക് ആശ്വാസമായി തന്നിരിക്കുന്നത്. എന്നിട്ട് കർത്താവ് ഒരു വാക്കും കൂടി പറഞ്ഞു. ഹല്ലേലൂയ. ഇതാ സ്തോത്രം, സ്തോത്രം. ലോകാവസാനത്തോളം ഞാൻ എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, നെടുവീർപ്പിടണ്ട. എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഒരു വാക്ക് മതി, ഒന്ന് വിളിച്ചാൽ മതി. ഒറ്റ വാക്കിനെ ഹല്ലേലൂയ, കർത്താവിനെ വിളിച്ചുണർത്തുവാൻ ഒറ്റ വാക്ക്, ഒരു നിമിഷം മാത്രം മതി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനമെല്ലാം കർത്താവിന്റെ വരവിന് വേണ്ടി ഹല്ലേലൂയ ഒരുക്കപ്പെടുവാൻ ഹല്ലേലൂയ വളരെ ആഗ്രഹത്തോടെ ഹല്ലേലൂയ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോകാതെ ഉത്തമ സാക്ഷികളായി അവന് വേണ്ടി നിൽക്കേണ്ടതിന് ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. കടന്നു വന്നവർക്കായി സ്തോത്രം. നിങ്ങൾ കമന്റ് ഇടുമ്പോൾ എനിക്ക് നിങ്ങളെ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. എങ്ങനെ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ ഓരോന്നോരോന്നായി കാണുമ്പോൾ അവന്റെ വരവ് വീണ്ടെടുപ്പ് ഏറ്റവും വാതിക്കലായിരിക്കുന്നു. തലവൊക്കി നോക്കുമ്പോൾ നാം കാണുന്നത് അവന്റെ വീണ്ടെടുപ്പിന്റെ ലക്ഷണങ്ങൾ, അവന്റെ വരവിന്റെ ലക്ഷണങ്ങളാ. ഹല്ലേലൂയ. അത് കണ്ടിട്ട് നാം നിരാശപ്പെടരുത്, നാം ഭാരപ്പെടരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം പിന്നെ ഈ പാപ ജീവിതത്തിൽ നിന്ന്, പാപത്തിന്റെ വഴികളിൽ നിന്ന് വിട്ടോടിക്കൊണ്ട് കർത്താവിലേക്ക് കൂടുതൽ അടുത്തുകൊള്ളണം. ഇവിടെ പറയുന്നത് പോലെ അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യാൻ പോകട്ടെ. ഇനി ആരെയും നാം സ്തോത്രം, സ്തോത്രം പുറകെ നടന്ന് പറയേണ്ട ആ സമയമല്ല ഇത് എന്നാ കർത്താവ് പറഞ്ഞ്. ഹല്ലേലൂയ. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? നീതിമാൻ തന്നെത്താൻ നീതീകരിച്ചു കൊള്ളട്ടെ. വിശുദ്ധൻ ഇനിയും തന്നെത്താൻ വിശുദ്ധീകരിച്ചു കൊള്ളട്ടെ. നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ വരവിന് വേണ്ടി ഏറ്റവും നന്നായി, എത്രയും ഉത്തമമായി ഒരുക്കുവാൻ കഴിയുമോ അത്രയും ഉത്തമമായി ഒരുക്കേണ്ട സമയമാണിത്. ഹല്ലേലൂയ. നാം ഇടവും വലവും നോക്കിയാൽ നമുക്ക് ഹല്ലേലൂയ ഒന്നും പ്രത്യാശിക്കുവാനുള്ളത് കാണുന്നില്ല.
ഇടവും വലവും നോക്കിയാൽ സ്തോത്രം നമുക്കൊരിക്കലും മുൻപിൽ പോകാൻ കഴിയത്തില്ല. എന്നാൽ മുമ്പോട്ട് നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് അവനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നുവെന്ന് പൗലോസ് പറഞ്ഞതുപോലെ തന്നെ ഹല്ലേലൂയ നമുക്കും ആ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടാം. സ്തോത്രം. ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ കടന്നു വരുന്നു. ഹല്ലേലൂയ. നിസ്സഹായ അവസ്ഥ കടന്നു വരുന്നു. കടഭാരങ്ങൾ നമ്മെ അലട്ടുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നമ്മെ അലട്ടുന്നു. എന്തിനാ? ഹല്ലേലൂയ. ദൈവവചനം പഠിക്കുമ്പോൾ ദൈവകരങ്ങളിൽ നീ എന്ത് കൊടുക്കുന്നു, ദൈവകരങ്ങളിലേക്ക് നീ എന്ത് ഏൽപ്പിക്കുന്നു, അത് ഹല്ലേലൂയ അവൻ നടത്തിത്തരുവാൻ വിശ്വസ്തനാണ്. അവന്റെ വരവ് ഏറ്റവും സമീപിച്ചിരിക്കുക. ഹല്ലേലൂയ. എങ്കിലും നമ്മുടെ ജീവിതം ഇനി ബാക്കി എത്രയുണ്ട്, എത്ര സമയം കൂടി നമുക്ക് ഈ ഭൂമിയിൽ ഉണ്ട് എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മുടെ സകല കാര്യങ്ങളെയും നാം കർത്താവിന്റെ കരങ്ങൾ ഭരമേൽപ്പിക്കുക. ഏത് വിഷയത്തിന്മേലും പ്രവർത്തിക്കുവാൻ ശക്തനായവൻ ഹല്ലേലൂയ നമ്മോട് ചേർന്ന് നിൽപ്പുണ്ട്. നാം ഒന്ന് അറിയിച്ചാൽ മതി, നാം ഒന്ന് പറഞ്ഞാൽ മതി, നാം ഒന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ വിഷയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നമ്മൾ ഓരോരുത്തരും ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെടുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ ഓരോ ഏറ്റവും അടുത്തിരിക്കിയാൽ നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഘടകമാണ്. ഹല്ലേലൂയ. നമ്മുടെ തലമുറകൾ ഹല്ലേലൂയ വളർന്നു വരുന്ന തലമുറകൾ, നമ്മോട് കൂടെയുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ അവർ ഏത് വഴിയാ ഹല്ലേലൂയ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണോ, ഒരു കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുന്നുണ്ടോ? ഹല്ലേലൂയ. തലമുറകളെ കുറിച്ച് നമുക്ക് വിചാരം വേണം. മാതാപിതാക്കൾക്ക് തലമുറകളെ കുറിച്ച് വിചാരം വേണം. അവർ കർത്താവിന്റെ വഴികളിൽ തന്നെയാണോ? നാം വളരെ കഷ്ടപ്പെട്ട് വളരെ ലക്ഷങ്ങളൊക്കെ മുടക്കി അന്യ സംസ്ഥാനങ്ങളിലും അന്യരാജ്യങ്ങളിലും ഒക്കെ പഠിക്കാനായി വിട്ടിട്ടുണ്ടല്ലേ, ജോലിക്കായി വിട്ടിട്ടുണ്ട്. അവരൊക്കെ അവിടെ സുരക്ഷിതരാണോ? അവരൊക്കെ കർത്താവിന്റെ കരങ്ങളിലാണോ? ഓരോ ദിവസവും നാം ശോധന ചെയ്യണം. ഓരോ ദിവസവും നാം അവരെ ഉണർത്തണം. അവരെ നാം ഓരോ ദിവസവും ഉണർത്തിക്കൊണ്ടിരിക്കണം, പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കണം. കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം മക്കളെ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങണം. തന്നെത്താൻ വിശുദ്ധീകരിച്ചു കൊള്ളണം. പാപത്തിന്റെ വഴികൾ കണ്ടാൽ വിട്ടോടി പൊയ്ക്കോണം. വിഗ്രഹാരാധന വിട്ടോടി പൊയ്ക്കോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന പ്രമാണത്തിൽ നാം ഉറച്ചു നിന്നുകൊണ്ട് ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ വരവിന് വേണ്ടി ഓരോ ദിവസവും നാം ഒരുങ്ങണം. ഉത്തമ സാക്ഷികളായി തീരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സ്നേഹിതര് ഹല്ലേലൂയ കേൾക്കുന്ന യൗവനക്കാരുണ്ടെങ്കിൽ എന്നോട് പറയട്ടെ, നമ്മുടെ സ്നേഹിതർ നമ്മെ വിട്ടുമാറിപ്പോകും, നമ്മുടെ കൂട്ടുകാർ നമ്മെ വിട്ടോടിപ്പോകും. നമുക്കൊരാപത്ത് വരുമ്പോൾ ചിലപ്പോൾ ആരും കണ്ടെന്ന് വരികയില്ല, ആരും നമ്മോട് ചേർന്ന് നിന്ന് വരികയില്ല. നമ്മളെ നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്യുവാൻ ചിലപ്പോൾ നമ്മുടെ ഉറ്റ സ്നേഹിതർ പോലും തിരിഞ്ഞു നിന്നെന്ന് വരാം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ കർത്താവ് പറയുന്നു, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ. അവരെ നോക്കിയിട്ട് കാര്യമില്ല. നീ ആരാണ്? നീ എന്താണ് ചെയ്യേണ്ടത്? നിനക്ക് എപ്രകാരമാണ് കർത്താവിന്റെ വിശുദ്ധിയോടെ നിൽക്കാൻ കഴിയുന്നത്? ഇവിടെ പറയുന്നു, വിശുദ്ധൻ ഇനിയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ഒരു പോളിസി ആട്ടോ ഇത്. തന്നെത്താൻ ഒരുങ്ങുക, തന്നെത്താൻ വിശുദ്ധീകരിക്കുക, തന്നെത്താൻ ശോധന ചെയ്യുക. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് തന്നെത്താൻ വെളിപ്പെടുത്തിയല്ലോ. കർത്താവ് നമുക്ക് വേണ്ടി തന്നെത്താൻ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. തന്നെത്താൻ കർത്താവ് നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കർത്താവ് എല്ലാം നമുക്ക് വേണ്ടി തന്നെത്താൻ ചെയ്തു. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെയാ തന്നെത്താൻ ചെയ്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ പറയുന്നു, തന്നെത്താൻ ഹല്ലേലൂയ കാത്തിരിക്കണം, തന്നെത്താൻ ഒരുക്കണം. ഹല്ലേലൂയ. തന്നെത്താൻ ശോധന ചെയ്യണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ കാത്തുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് പ്രതിഫലവുമായി അവരവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകേണ്ടതിനായി കർത്താവ് തന്റെ പക്കൽ ആ പ്രതിഫലമെല്ലാം ശേഖരിച്ചു വെച്ചിരിക്കുക. അവൻ ഒരുക്കി കാത്തിരിക്കുക. നമ്മെ കാത്തുകൊണ്ട് അവൻ ഹല്ലേലൂയ ആയിരിക്കുന്നു. രാത്രിയിലെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ ഇങ്ങനെയാണ് ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. പ്രതിഫലം നാം ചെയ്ത പ്രവൃത്തിക്ക് തക്കവണ്ണം നാം എന്താണ് ഈ ഭൂമിയിൽ ഹല്ലേലൂയ ചെയ്യുന്നത്? ഹല്ലേലൂയ മനുഷ്യർക്ക് വേണ്ടിയാണോ, അതോ നമുക്ക് വേണ്ടിയാണോ, നമ്മുടെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയാണോ ഹല്ലേലൂയ അലയുന്നത്? ഒരു നിമിഷമെങ്കിലും കർത്താവിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ? ഒരു വ്യക്തി ഫോൺ ചെയ്തപ്പോൾ പറയുക,
എനിക്ക് പ്രാർത്ഥിക്കുവാൻ സമയമില്ല, എനിക്കെപ്പോഴും തിരക്കാ, അല്ല ജോലി കാര്യങ്ങൾ, വീട്ടുകാര്യങ്ങൾ, അതുകൊണ്ട് എനിക്കൊരു സമയം പോലും പ്രാർത്ഥിക്കുവാനില്ല എന്ന്. ഹല്ലേലൂയ. എന്നാൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പൈതലെ, നിനക്ക് ജോലി തന്നതും നിന്നെ ജോലി ചെയ്യുവാനുള്ള ആരോഗ്യം തന്നതുമായ ദൈവത്തെ ഹല്ലേലൂയ നിനക്ക് ഒരു നിമിഷം ഓർത്ത് സ്തുതിക്കുവാൻ കഴിയുന്നില്ലേ? ഹല്ലേലൂയ. നിന്നെ പരിപാലിക്കുന്നവൻ, നിന്നെ ഉള്ളം കയ്യിൽ വഹിച്ചിട്ടാ നിനക്ക് ജോലി ചെയ്യുവാൻ ആരോഗ്യം തരുന്നത്, നിന്നെ ആ സ്ഥാനത്ത് നിർത്തുന്നത്. എന്നാൽ ഹല്ലേലൂയ അവനെ ഓർക്കുവാൻ, കർത്താവിനെ ഒന്ന് ഓർക്കുവാൻ, അവനെ ഒന്ന് സ്തുതിക്കുവാൻ, അവനോടൊന്ന് സംസാരിക്കുവാൻ നിനക്ക് സമയം കണ്ടെത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ അയ്യോ കഷ്ടം. ഹല്ലേലൂയ. വളരെ 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 പ്രയാസം നിറഞ്ഞ അനുഭവങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വരും. ഹല്ലേലൂയ. കർത്താവിന് പിന്നെ സമയം ഒരുപാട് കിട്ടും. ഹല്ലേലൂയ. ഞാനിത് തമാശയായിട്ടോ അല്ലെങ്കിൽ പ്രയാസമായിട്ടോ അല്ല പറയുന്നത്. നമുക്ക് സമയമില്ല എന്ന് നാം പറയുമ്പോൾ നാം ചിന്തിച്ചു കൊള്ളണം, നമ്മെ ഇരുത്തി ഹല്ലേലൂയ നമുക്ക് ധാരാളം സമയം ഉണ്ടാക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ എന്റെ ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, നാം ഓരോ സമയങ്ങളിൽ നാം ജോലി ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, നാം ഉറങ്ങുമ്പോൾ, ഉണ്ണുമ്പോൾ, ഹല്ലേലൂയ, നാം ആയിരിക്കുന്ന കിടക്കമേലൊക്കെയും നമുക്ക് ധ്യാനിക്കുവാൻ സമയമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഈ പുതുവർഷത്തിൽ ഈ മാർച്ച് മാസം മുതൽ ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ചില മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ വേർതിരിച്ചിരിക്കുവാൻ തീരുമാനിച്ചു. രാത്രി 11 മണി മുതൽ തുടർന്ന് അങ്ങോട്ട് 12 മണി വരെയാണ് ഞാൻ ആവറേജ് ഇരിക്കുന്നത്. എന്നാൽ എന്നെ കർത്താവ് ഉത്തേജിപ്പിച്ച സമയം തന്നാൽ, എനിക്ക് പിന്നെ ബലം തന്നാൽ ഹല്ലേലൂയ പിന്നെ സമയങ്ങൾ ഇരിക്കും. ഹല്ലേലൂയ. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ തന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്ക് വേറെ മറ്റെല്ലാ കാര്യത്തിനും സമയമുണ്ട്, മറ്റെല്ലാ കാര്യത്തിനും നമുക്ക് ഓടി നടക്കാൻ ആരോഗ്യമുണ്ട്. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ അല്പസമയം ഇരിക്കുവാനോ അവനുമായി അല്പസമയം ഹല്ലേലൂയ സംസാരിക്കുവാനോ ഒന്നും നമുക്ക് സമയം കണ്ടെത്തുവാൻ കഴിയുന്നില്ല എങ്കിൽ ഹല്ലേലൂയ നമ്മുടെ കാര്യം വളരെ പ്രയാസം നിറഞ്ഞ അനുഭവങ്ങൾ കൂടി കടന്നു പോകും കേട്ടോ. ഞാൻ ആ ഭയത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിലായിരിക്കുന്നത്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിന് മുമ്പ് നമുക്ക് ഒരുപാട് ഒഴിവുകഴിവുകൾ പറയുവാൻ പറ്റും. പക്ഷേ ദൈവം സകലതും അറിയുന്നവനാ, നമ്മെ ഉള്ളതുപോലെ അറിയുന്നവൻ. നമ്മുടെ ഭാരങ്ങളും തിരക്കുകളും ആവശ്യങ്ങളും ഹല്ലേലൂയ ഒക്കെ ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. നമുക്ക് എപ്പോൾ സമയം കണ്ടെത്താൻ കഴിയും, എപ്പോൾ ദൈവത്തിൽ ഇരിക്കാൻ കഴിയും, എപ്പോൾ നമുക്ക് പുറപ്പെടുവാൻ കഴിയും, ഇതൊക്കെയും ദൈവത്തിന്റെ കരങ്ങളിലാണ്. പക്ഷേ ദൈവത്തിന് എന്ത് ചെയ്യുവാൻ കഴിയും? നാം മറന്നുപോയാൽ ദൈവത്തിന് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഓരോരുത്തരും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലമുണ്ട്. ഇനി ഇവിടെ കഷ്ടതയും വിശപ്പും ദാഹവും വെയിലും ചൂടും എല്ലാം സഹിച്ച് കർത്താവിന് വേണ്ടി നിൽക്കുന്നവർക്ക് വേണ്ടിയോ? ഹല്ലേലൂയ. വിശപ്പും ദാഹവും കഷ്ടതയും ചൂടും ഒക്കെ ഏറ്റ് ഈ ഭൂമിയിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവവൈദ്യങ്ങളുണ്ട്, ദൈവമക്കളുണ്ട്. ഒത്തിരി പ്രയാസം പ്രതികൂലങ്ങളൊക്കെ സഹിച്ചിട്ടും അവർ സമയം കണ്ടെത്തുന്നവരുണ്ട്. കർത്താവിന് വേണ്ടി അല്പസമയം ചെലവഴിക്കുവാൻ സമയങ്ങളെ ചെലവിടുന്ന ധാരാളം പേരുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവർക്ക് എന്താ പ്രതിഫലം എന്നറിയാമോ? ഇനി 7-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലാണ് പറയുന്നത്, ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയുമില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയുമില്ല. മഹാകഷ്ടത്തിൽ നിന്ന് അവരുടെ വരവ്, മഹാകഷ്ടത്തിൽ നിന്ന് വന്ന അവരെ കർത്താവ് പറയുക, അവരെ സിംഹാസനത്തിൽ ഇരിക്കുന്ന അവർ ദൈവസിംഹാസനത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് രാപ്പകൽ അവനെ ആരാധിക്കും. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ കരുതൽ കണ്ടോ? സ്തോത്രം. ഇനി അവർക്ക് വിശക്കയില്ല, ദാഹിക്കയില്ല, ചൂടും വെയിലും ഒന്നും അവർക്ക് തട്ടുകയില്ല. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അത് മറ്റൊരു ഭാഗത്ത് പറയുന്ന കാര്യമാണ്. ദൈവം അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. അവർക്ക് കഷ്ടതയില്ല, കരച്ചിലില്ല, വിലാപമില്ല, സങ്കടമില്ല. ഹല്ലേലൂയ. അതെല്ലാം ഈ ഭൂമിയിൽ വെച്ച് അനുഭവിച്ച് തീർത്തു. ഇനി അവർക്ക് ഹല്ലേലൂയ കർത്താവിന്റെ സ്ഥാനം, കർത്താവിന്റെ കൂടാരത്തിൽ ഹല്ലേലൂയ അവർ നിത്യം വസിക്കുന്നവരായി തീരും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവർക്ക് യാതൊരു ചൂടും തട്ടുകയില്ല, അവരുടെ മേൽ യാതൊരു ചൂടും വെയിലും ഒന്നും തട്ടുകയില്ല. അവരെ സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. അപ്പോൾ കഷ്ടത അനുഭവിക്കുന്ന ജനത്തിന് കർത്താവിന്റെ ഹല്ലേലൂയ കൂടെയുള്ള വാസമുണ്ട്, നിത്യവാസമുണ്ട്.
കർത്താവ് ഒരുക്കിയിട്ടുള്ള ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം കൂടാരമുണ്ട്, വാസസ്ഥലമുണ്ട്, ഹല്ലേലൂയ ജീവജല നദിയുണ്ട്, അവിടുത്തെ തണുപ്പുണ്ട്. ഹല്ലേലൂയ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇവിടെ സങ്കടം, കഷ്ടത, ദുഃഖം, നെടുവീർപ്പ്, വെയില്, ചൂട്, ഹല്ലേലൂയ ഇവിടെ അവർ സഹിക്കാത്തതൊന്നുമില്ല. എന്നിട്ടും അവർ കർത്താവിന് വേണ്ടി നിൽക്കുന്നു. ഇതെല്ലാം സഹിച്ചാലും അല്പസമയം കർത്താവിന് വേണ്ടി അവർ സമയം ചെലവിടുവാൻ മടിക്കുന്നില്ല. അവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവരാണ്. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി വെളുപ്പിച്ചിരിക്കുന്നു, അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ അവരെന്താ ചെയ്തേ? അവർ കഷ്ടതയും പ്രയാസവും പ്രതികൂലങ്ങളും ഒക്കെ ആണെങ്കിലും ഹല്ലേലൂയ അവരുടെ ജീവന് പോലും ജീവഹാനി പോലും വരുവാൻ തക്കവണ്ണമുള്ള കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നവരാണെങ്കിലും അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ. സ്തോത്രം. തങ്ങളുടെ അങ്കി എന്ന് പറയുന്നത് ഹല്ലേലൂയ അവരുടെ നീതി പ്രവൃത്തികൾ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ സ്വഭാവ വിശുദ്ധികൾ, ജീവിത ശുദ്ധി, വിശുദ്ധി എല്ലാം അവരെന്താ തങ്ങളുടെ അങ്കി അങ്കി അവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ അലക്കി വെളുപ്പിച്ചിരിക്കുകയാണ്. അല്ലെ, കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അവർ തങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിരിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. കുഞ്ഞാടിന്റെ രക്തത്തിൽ അവർ ആശ്രയിച്ചു. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അവർ തങ്ങളെ തന്നെ അലക്കി നിർമ്മലീകരിച്ച് വെളുപ്പിച്ച് ഹല്ലേലൂയ ഇപ്പോൾ ദൈവസന്നിധിയിൽ എത്തിയിരിക്കുക. അങ്ങനെ ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടത്തിലാവണം നമ്മൾ. ഹല്ലേലൂയ ആ കൂട്ടത്തിൽ നമ്മൾ ആയിത്തീരുവാനാ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാ അഴുക്കുള്ളവൻ ഇനി അഴുക്കാടട്ടെ, അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും വിശുദ്ധീകരിക്കട്ടെ, ഹല്ലേലൂയ നീതിമാൻ ഇനിയും നീതീകരിക്കട്ടെ, തന്നെത്താൻ നീതീകരിക്കട്ടെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ നമുക്ക് എത്ര ആശ്വാസ വചനമാ. ഹല്ലേലൂയ നമുക്ക് മറ്റൊന്നും നോക്കണ്ടെന്നേ. എന്ത് പ്രതികൂലം സഹിച്ചോ, ഏത് കഷ്ടതയിൽ കൂടി കടന്നു പോയോ, ആര് നമ്മെ പ്രയാസപ്പെടുത്തിയോ, ആര് നമുക്ക് തുണ ചെയ്യാതിരിക്കുന്നുണ്ടോ, അവിടെ ഒന്നും ഭാരപ്പെടേണ്ട, അവിടെ ഒന്നും നിരാശപ്പെടേണ്ട. അവിടെയെല്ലാം നമുക്ക് വേണ്ടി കരുതുന്നവൻ, നമ്മെ സ്നേഹിക്കുന്നവൻ, നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവ് നമുക്ക് ആശ്വാസമായുണ്ട്. അവന്റെ സന്നിധിയിലാണ് നാം എത്തേണ്ടത്, അവന്റെ അടുക്കലേക്കാണ് നമുക്ക് പോകേണ്ടത്, അവന്റെ അടുക്കലാണ് നാം ചെന്ന് എത്തിച്ചേരേണ്ടത്. അവിടെ നിനക്ക് ആശ്വാസമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്. നമ്മുടെ തലമുറകൾ ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഹല്ലേലൂയ ഏതവസ്ഥകൾ കൂടിയാണ് കടന്നു പോകുന്നതെന്ന് ഹല്ലേലൂയ നാം ശരിക്കും ചിന്തിക്കണം. അവരെ കൂടി ഹല്ലേലൂയ നാം കർത്താവിന്റെ വചനവും കർത്താവിന്റെ വാക്കുകളും അവർക്കും കൂടി ഹല്ലേലൂയ നാം ചെയ്തു കൊടുക്കണം, ഷെയർ ചെയ്തു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അവരെ എല്ലാം ഹല്ലേലൂയ നാം ഈ അവസ്ഥകളിലേക്ക് നടത്തണം, കർത്താവിന്റെ വഴികളിലേക്ക് നടത്തണം. എല്ലാ പ്രയാസങ്ങളുണ്ടായാലും കഷ്ടതയുണ്ടായാലും നമുക്കൊരു കർത്താവ് ഉണ്ടെന്നേ, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്നേ, അതൊന്ന് പറഞ്ഞ് അവരെ അന്ന് ഹല്ലേലൂയ ധൈര്യപ്പെടുത്തി കർത്താവിലേക്ക് ഒന്ന് സ്തോത്രം 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 സ്തോത്രം. കർത്താവിലേക്ക് അടുപ്പിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം നല്ല കൃപ, ദൈവത്തെങ്കിലേക്ക് നടത്തുന്ന ഒരു കൃപ നമ്മിൽ വ്യാപരിക്കട്ടെ. നമ്മിൽ അത് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ അത് വെളിപ്പെടട്ടെ. നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിൽ നിന്ന് അത് വെളിപ്പെട്ട് ഹല്ലേലൂയ മറ്റുള്ളവരിലേക്ക് പകരപ്പെടട്ടെ. എല്ലാവരുടെയും ജീവിതത്തിൽ കർത്താവിനെ ഹല്ലേലൂയ രുചിച്ചറിയാനുള്ള അവസരങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടാകട്ടെ. ഹല്ലേലൂയ ഇപ്രകാരം അവന്റെ വരവിന് വേണ്ടി നമുക്കൊരുങ്ങാം. അവന്റെ രാജ്യത്തിന്റെ ഹല്ലേലൂയ ഓഹരിക്കാരായി നമുക്ക് തീരാം. ഹല്ലേലൂയ പറയുന്നത് ഹല്ലേലൂയ ആ പ്രതിഫലം വാങ്ങിക്കുവാൻ നാം തയ്യാറായി, നാം ഹല്ലേലൂയ ഓഹരിക്കാരായി ആ പ്രതിഫലത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഹല്ലേലൂയ അവന്റെ വരവെങ്കിൽ കൈവിടപ്പെട്ടു പോകാതെ ഉത്തമ സാക്ഷികളായി ഹല്ലേലൂയ പ്രതിഫലം പറ്റുവാൻ തക്കവണ്ണം, പ്രതിഫലം വാങ്ങിക്കുവാൻ തക്കവണ്ണം യോഗ്യരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവവചനത്തിൽ ഓരോ ദിവസം വളരുക, ദൈവവചനം ഓരോ ദിവസം വായിക്കുക, ബലപ്പെടുക, ധൈര്യപ്പെടുക. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ അവന് വേണ്ടി നമുക്ക് സമയങ്ങളെ വേർതിരിക്കാം. ഈ വചനങ്ങളാൽ കർത്താവിന്റെ രാത്രി നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ ആമേൻ ആമേൻ.